ഞാൻ ഒരു ചെറിയ ഒരു സംഭവം മനസ്സിൽ വന്ന ഒരു സംഭവമാണ്, അത് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചാൽ. ഈ മൊബൈല് വളരെ ഇറങ്ങിയ സമയത്ത് ഈ മൊബൈലൊക്കെ വളരെ വളരെ വിരളമാണ്. അപ്പോൾ ഞാൻ അന്ന് കാശ്മീരിൽ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ വീടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്കവിടെ റേഞ്ചില്ല. അപ്പോൾ പല ഭാഗങ്ങളിലും കാശ്മീരിൻ്റെ മലമുകളിലൊക്കെ പല ഭാഗങ്ങളിലും നമുക്ക് റേഞ്ച് ഉണ്ടാവില്ല. ആ സമയത്ത് ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയമാണ്, വീട്ടിലേക്ക് വിളിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡെയിലി ഒരു കാര്യം ചെയ്യാൻ, കാരണം വീട്ടുകാർക്ക് ഞാൻ അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു ATM-ൽ പോകും. എൻ്റെ യൂണിറ്റിൻ്റെ മുമ്പിൽ തന്നെ ഒരു ATM ഉണ്ട്. ആ യൂണിറ്റിൽ അവിടെ ATM-ൽ പോയിട്ട് എല്ലാ ദിവസവും ഒരു 100 രൂപ എടുത്തിട്ട് വരും. എല്ലാ ദിവസവും 100 രൂപ എടുത്തിട്ട് വരും. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞ് വൈകുന്നേരം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒരിക്കലും എന്നോട് ചോദിച്ചു, സാർ നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഇങ്ങനെ 100 രൂപ എടുക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ, അത് ഒന്നിച്ചെടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ലാഭമല്ലേ, എന്തിനാണ് നിങ്ങൾ ഈ 100 രൂപ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അന്ന് ലൈനിലൊക്കെ നിന്നിട്ട് വേണം നമുക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലൈനിൽ നിന്നിട്ട് 100 രൂപ എടുത്ത് വരുമ്പോൾ ഇയാൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ വളരെ കറക്റ്റായിട്ടൊന്ന് ചിരിച്ചു. കാരണം അന്ന് എൻ്റെ മൊബൈലിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ നമ്പറുമായിട്ടായിരുന്നു മൊബൈൽ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ നമ്മുടെ അക്കൗണ്ടുമായിട്ട്. അപ്പോൾ ഞാൻ എന്നും ഈ 100 രൂപ എടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മെസ്സേജ് എത്തും, കാരണം ഞാൻ 100 രൂപ എടുത്തു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടുകാർ മനസ്സിലാക്കുമായിരുന്നു ഞാൻ സേഫാണ്, ഞാൻ ഓക്കെയാണ് കാശ്മീരിൽ നിന്ന്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് ഞാൻ വെറുതെ, നമ്മളൊക്കെ പറയുമ്പോൾ പറയും പട്ടാള കഥകൾ വെറുതെ വിളിച്ചു പറയുന്നതാണ്. ഇത് ഞാൻ ഇന്നലെ എൻ്റെ പഴയ ഒരു ആളെ കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു. ആ ഒരു കഥ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇന്നലെയാണ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വന്നു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക എന്ന് വിചാരിച്ചത്. അങ്ങനെയുള്ള ഒരു കാലം ഇന്ത്യൻ ആർമിക്കും ഉണ്ടായിരുന്നു, ഞങ്ങളെപ്പോലുള്ള പട്ടാളക്കാർക്കും ഉണ്ടായിരുന്നു. ഓക്കെ.